ദേ ഈ കാണുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം. പക്ഷെ ഇവിടെ ഒരേ സ്ഥലത്ത് നിങ്ങൾക്ക് 3 പാലങ്ങൾ കാണാൻ സാധിക്കും. 2 റെയിൽവേ പാലങ്ങളും റോഡ് ഗതാഗതത്തിനായിട്ടുള്ള മറ്റൊരു പാലവും. കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഇതാണ് നമ്മുടെ പുതിയ പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഈ ഒരു പുതിയ പാമ്പൻ പാലത്തിനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു പഴയ പാമ്പൻ പാലത്തെ പറ്റി പറയാതെ പറ്റത്തില്ല. അതൊരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലം 1911 പണി തുടങ്ങി വെറും 3 വർഷം കൊണ്ട് പണി തീർത്ത ഒരു റെയിൽവേ പാലമായിരുന്നു അത്. ഇന്നിപ്പോ 110 വർഷം താണ്ടിയ ഒരു പാലമാണിത്. ഒരു റെയിൽവേ കടൽപ്പാലത്തിനുപരി എന്തുകൊണ്ടാണ് ഇതൊരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് ചോദിച്ചാൽ, ഈ പാലത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് വരുന്ന ഡബിൾ ലീഫ് ബാസ്കൂൾ സെക്ഷനാണ്. കപ്പലുകൾ വരുന്ന സമയത്ത് 2 ഭാഗത്തേക്കും ഉയർത്തി കപ്പലുകളെ കടത്തിവിടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പക്ഷേ 1964 സൈക്ലോണിൽ ഈ ഒരു പാലത്തിന്റെ പല സ്പാനുകളും കടലിലേക്ക് ഒലിച്ചു പോവുകയായിരുന്നു. ശ്രീ ശ്രീധരന്റെ നേതൃത്വത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് ഈ ഒരു പാലം പൂർവ്വസ്ഥിതിയിലേക്ക് വീണ്ടെടുത്തത്, അതും വെറും 46 ദിവസം കൊണ്ട്. പക്ഷേ കാലപ്പഴക്കം കാരണം 2022 പഴയ പാമ്പൻ റെയിൽവേ പാലത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. ഇനി പുതിയ പാമ്പൻ പാലത്തിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ, തമിഴ്നാട്ടിലെ മണ്ഡപത്തെയും രാമേശ്വരത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് പഴയ പാമ്പൻ പാലത്തിന് സമാന്തരമായിട്ടാണ് ഈ ഒരു പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2.08 കിലോമീറ്റർ നീളമാണ് ഈ ഒരു പാലത്തിന് വരുന്നത്. പഴയ പാലത്തിൽ കപ്പലുകളെ കടത്തിവിടാൻ ഇരുവശത്തേക്കും ഉയരുന്ന സംവിധാനമായിരുന്നെങ്കിൽ പുതിയ പാലത്തിൽ അത് നേരെ മുകളിലേക്ക് പോകുന്ന വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമാണ്. 17 മീറ്റർ വരെ ഇങ്ങനെ ഇലക്ട്രോണിക്കലി ഉയർത്താനായിട്ട് സാധിക്കും. 535 കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഈ ഒരു പുതിയ പാമ്പൻ പാലം ഇവിടെ നിർമ്മിച്ചത്.